ഈ വാസ്തവത്തിന് ശേഷം സാറ് എത്ര സിനിമകൾ ചെയ്തു? എന്തൊക്കെയാണ് അതിൻ്റെ അച്ചീവ്മെൻറ്റ്സ്? എന്തൊക്കെ അച്ചീവ്മെൻറ്റ്സാണ് സാറിന് കിട്ടിയേക്കുന്നത്? അല്ല, വാസ്തവത്തിന് ശേഷം പിന്നെ അടുത്തത് ജയറാമിനെ വെച്ചുകൊണ്ട് VMBനു ഡയറക്റ്റ് ചെയ്ത സൂര്യൻ എന്ന് പറയുന്ന ഒരു സിനിമ എടുത്തിരുന്നു. അത് കഴിഞ്ഞ് അയാൾ എന്ന് പറഞ്ഞ ഒരു സിനിമ എടുത്തു. അയാൾ ഈ സുരേഷ് ഉണ്ണിത്താനാണ് ഡയറക്റ്റ് ചെയ്തത്. അതിനകത്തിലെ നായകൻ ലാലാണ്, സിദ്ദിഖ് ലാലിൻ്റെ ലാല്. പിന്നെ ലെന, ഇനിയ, വേറെ ഒരു നടികളുണ്ടായിരുന്നു, ഓർക്കുന്നില്ല ശരിക്കും. അതിന് 5 പേർക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ഒരു സിനിമയാണ് ഈ അയാൾ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് അയാളെടുത്തു, ഷിർക്ക് കുറേ പടങ്ങളെടുത്തു. പിന്നെ കുറേ പടങ്ങൾക്ക് ഫൈനാൻസും ചെയ്തിട്ടുണ്ട് ഞാൻ. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് ഒരു 5-8 പടത്തോളം. ഇപ്പം ഞാൻ ലാസ്റ്റിലെടുത്ത് ഒരു കഥ പറയുന്നേരം എന്ന് പറയുന്ന ഒരു സിനിമയാണ് എടുത്തത്. അത് ഏകദേശം 35 ദിവസത്തോളം ചില തിയേറ്ററുകളിൽ ഓടി. ചില തിയേറ്ററിൽ 2 ആഴ്ച, പലയിടത്തും പല ഡേറ്റുകളിലാണ് ഓടിയിരിക്കുന്നത്. അതിൽ 35 ദിവസം ഓടിയ ദിവസങ്ങൾ തിയേറ്ററുകളുണ്ട്. അതിനകത്തിലെ നായകനും നായികയും പുതിയെന്ന് പറഞ്ഞാൽ എൻ്റെ മകളാണ് നായികയായിട്ടാണ്. അതെ. നായകൻ അതിൻ്റെ ഡയറക്ടർ തന്നെയാണ് നായകനായിട്ട് അഭിനയിച്ചത്. ഈ നായകൻ കഥാപാത്രം എന്ന് പറയുന്നത് അദ്ദേഹം ഊമയാണ്. അപ്പം പലരോടും ഇങ്ങനെ സംസാരിച്ചപ്പോൾ, നമ്മൾ പോയി സംസാരിച്ചപ്പം പലർക്കും അത് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞ്, പിന്നെ ചെയ്യാമെന്ന് പറയുന്നവർ അവർ ശമ്പളം ഒരുപാട് കൂടുതൽ ചോദിച്ചുകൊണ്ട് ലാസ്റ്റിലെ ഡയറക്ടർ തന്നെ പറഞ്ഞ് ഒരു കാര്യം ചെയ്യാം, ഞാനൊന്ന് അഭിനയിച്ച് നോക്കാം എന്നും പറഞ്ഞാണ് പിന്നെ അദ്ദേഹത്തിനെ ഇങ്ങനെ വെച്ചത്. കുഴപ്പമില്ല, സിനിമ ഓടി. ഇപ്പോൾ OTTയിൽ ഇപ്പോൾ ഉടനെ താമസിക്കാതെ തന്നെ സിനിമയിൽ OTTയിൽ വരും. അങ്ങനെ കുറേ സിനിമകൾക്ക് ഫൈനാൻസും ചെയ്തിട്ടുണ്ട്. കുറേ സിനിമകൾ നമ്മൾ ഞാൻ സ്വന്തമായിട്ടും എടുത്തിട്ടുണ്ട്. പിന്നെ പാർട്ണർഷിപ്പിൽ ഈ പറയുന്ന 2 സിനിമകൾ 3 എടുത്തിട്ടുണ്ട്. അങ്ങനെ കുറേ സിനിമകൾ എടുത്തിട്ടുണ്ട്. സാർ കുറേ അച്ചീവ്മെൻറ്റ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. എനിക്ക് ഒരുപാട് അവാർഡുകൾ ധാരാളം കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ അവാർഡ് വയ്ക്കാൻ വീട്ടിൽ സ്ഥലമില്ല. ഇതിപ്പോൾ എല്ലാവരും പറയും ഇതിനു വേണ്ടി ഒരു വീട് ഒരു റൂമോ അല്ലെങ്കിൽ ഒരു വീടോ വേണ്ടി വരുമല്ലോ എന്ന് പറഞ്ഞു. ഇവിടെ ഞാനൊന്നും വെച്ചിട്ടില്ല. ഇവിടെ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇവിടെ അങ്ങനെ വെച്ചിട്ടില്ല. അപ്പം ദുബൈയിലും അതുപോലെ തന്നെ അവിടെയും സ്ഥലമില്ലാതായി. അവിടെയും വലിയൊരു ഹാളൊക്കെ ആണെങ്കിലും അവിടെ ഈ പറയുന്ന മാതിരി കിട്ടിയതൊക്കെ വയ്ക്കാൻ സ്ഥലമില്ലാതായി. പ്രത്യേകിച്ച് ഇവിടെ ഒരുപാട് ഈ അടുത്ത സമയത്ത് എനിക്ക് ഒരുപാട് വലിയ അംഗീകാരങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൂടാതെ ഞാൻ സിനിമയിൽ കുറേ സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. സിനിമയിൽ അതിലാദ്യം അഭിനയിക്കുന്ന ബൽറാം വേഴ്സസ് താരാദാസിനകത്താണ്. അതിനകത്ത് കടന്നു വരാൻ പറ്റിയ ഒരു സാഹചര്യം എന്തായിരുന്നു? അഭിനയത്തിലേക്ക് കടക്കാൻ പറ്റിയ? അല്ല, അത് അങ്ങനെയല്ല. ശശിയേട്ടൻ ഒരു സിനിമ ഷൂട്ട് കാണാൻ പോയതാണ് ഞാൻ. ഒരു ഹോട്ടലിൽ വെച്ചായിരുന്നു ഷൂട്ട്. അപ്പോൾ ശശിയേട്ടനായിട്ടുള്ള ബന്ധത്തിൻ്റെ പേര് ഞാൻ കാണാൻ പോയതാണ്. കാണാൻ പോയപ്പോൾ എന്നോട് പറഞ്ഞു, അത് ഒരു സീനുണ്ട്, ചെയ്യാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ബൽറാം വേഴ്സസ് താരാദാസിനകത്ത് ഒരു സീൻ ചെയ്യുന്നത്. അതിനകത്തിലാണ് ആദ്യം ഞാൻ സിനിമയിൽ വരുന്നത് തന്നെ, അഭിനയിക്കുന്നത്. അതൊരു വലിയ ഭാഗ്യം തന്നെ. കാരണം ഇത്രയും വലിയൊരു ഡയറക്ടറുടെ ഒരു സിനിമയിൽ ഞാനൊന്നും അല്ലാതെ ഒരു സിനിമ ആദ്യമായിട്ട് അഭിനയിക്കുകയാണ്. അപ്പം എനിക്ക് അഭിനയം എന്താണെന്ന് പോലും അറിയത്തില്ല. പക്ഷേ ശശിയേട്ടൻ അന്ന് എന്നോട് പറഞ്ഞത് എന്താണെന്ന് അറിയാം, നിനക്ക് അഭിനയിക്കാനുള്ള ഒരു കഴിവുണ്ട്. കാരണം ആ ഒരു സീനെന്ന് പറയുന്നത് ശശിയേട്ടൻ പറഞ്ഞത് ഒരുമാതിരിപ്പെട്ടവർക്ക് ചെയ്യാൻ മമ്മൂട്ടിക്ക് പോലും ചിലപ്പോൾ അത് ഫസ്റ്റിൽ ശരിയാകും എന്ന് വരത്തില്ല. കാരണം അങ്ങനത്തെ ഒരു ഷോട്ടാണ്. ഭാഗ്യം എന്ന് പറയട്ടെ, ഞാനത് ഒറ്റ ടേക്കിന് തന്നെ അത് ചെയ്തു. അത് പുള്ളിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്നെ പറഞ്ഞ് എല്ലാവരെ കൊണ്ട് അതിൻ്റെ ടൈമിങ് അദ്ദേഹം പറയുന്നത് ആ ടൈമിങ്ങിന് എത്തി എന്നുള്ളതാണ്. ഞാനവിടെ എന്ന് പറഞ്ഞാൽ ഞാൻ ഓടി വരികയാണ്. ഒരു സീൻ, അതിനകത്തിലെ നായികയെ വേറൊരു വില്ലനിട്ട് ഓടിക്കുകയാണ്. ഓടിക്കുന്നുടനെ അത് ഞാൻ കണ്ടുകൊണ്ട് ഞാൻ പോയി
അയാളുമായിട്ട് പിടിച്ച് മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് തള്ളലും കാര്യങ്ങളൊക്കെ ആണ് ആ സീൻ. പക്ഷേ അദ്ദേഹം പറയുന്നത്, ശശിയേട്ടൻ പറഞ്ഞത്, ഇത് മിക്കവാറും ചിലപ്പോൾ മമ്മൂട്ടി പോലും ചെയ്ത ആ ടൈമിങ്ങിന് ചിലപ്പോൾ ഇവിടെ എത്താതെ വരുമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ കറക്റ്റ് ടൈമിങ്ങിന് ഇവിടെ എത്തി. അത് എൻ്റെ ഒരു കഴിവാണ്. സാറിൻ്റെ ഉള്ളിൽ ഒരു കലാകാരൻ മുറങ്ങി കിടക്കുന്നതുകൊണ്ടായിരിക്കാം അത്. ആയിരിക്കാം. ഞാൻ ഈ അടുത്ത സമയത്ത് ഞാനൊരു ഷോർട്ട് ഫിലിം ചെയ്തിരുന്നു. ഷോർട്ട് ഫിലിം ചെയ്തിട്ട് അതിനെനിക്ക് ഏറ്റവും മികച്ച നടനുള്ള ഒരു അവാർഡ് കിട്ടി. ശരി. നല്ല മികച്ച നടൻ എന്നുള്ള ഷോർട്ട് ഫിലിമിൻ്റെ പേര്, അതിൻ്റെ പേര് ഭ്രമം എന്നാണ്. ഭ്രമം 1 മണിക്കൂറുണ്ട് ആ സിനിമ. അത് നല്ലൊരു സ്റ്റോറിയാണ്. അത് കണ്ടവരെല്ലാം പിന്നീട് പറഞ്ഞത് ഇത് നമുക്ക് വേണമെങ്കിൽ അത് ഒരു നല്ല സിനിമയാക്കി മാറ്റാമായിരുന്നു ഇന്ന് പലരും വിളിച്ചു പറഞ്ഞു. അത് തന്നെ പല ഡയറക്ടേഴ്സും കണ്ടിട്ട് എന്നോട് പറഞ്ഞു, കൊള്ളാം. നിങ്ങൾ ഈ അടുത്ത സമയത്ത് തന്നെ ഒരു ഡയറക്ടർ കണ്ടിട്ട് എന്നോട് പറഞ്ഞു, മധുച്ചേട്ടനകത്ത് അഭിനയിക്കുകയാണെന്ന് പറയത്തില്ല ഒരിക്കലും. അതിൽ ലയിക്കാൻ, ആ കഥാപാത്രമായിട്ട് ലയിച്ച് പോകാൻ അത്ര ഭംഗിയായിട്ട് മധുച്ചേട്ടൻ അത് ചെയ്തിട്ടുണ്ട്. അതൊരു വലിയ കഴിവ് തന്നെ, ദൈവം തന്നെ ഒരു കഴിവാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല, എന്നോട് ഡയറക്ടർ പറഞ്ഞ് ഇന്നമാതിരി ചെയ്തു. അതും സിൻ സൗണ്ടുമാണ്. സിൻ സൗണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് ചെയ്യുക. ഞാൻ ഇത്രയും സിനിമ ചെയ്തെങ്കിലും ആദ്യമായിട്ടാണ് സിൻ സൗണ്ട് ചെയ്യുന്നത്. സിൻ സൗണ്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അത് കാണാതെ പഠിച്ചേ പറ്റത്തുള്ളൂ. അതിനകത്ത് തെറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ റീടേക്ക് എടുത്തേ പറ്റും. കാരണം പിന്നെ ഡബിങ് ഇല്ലല്ലോ, ഡബ് ചെയ്യണ്ട. അപ്പം അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇവിടെ വന്ന് ആദ്യമായിട്ട് സിൻ സൗണ്ട് ചെയ്തു. അത് ഒരു എക്സ്പീരിയൻസാണ്. പിന്നെ ഞാൻ കുറേ സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ മമ്മൂട്ടി, മോഹൻലാൽ, ലാലേട്ടൻ്റെ കൂടെ കനലിനകത്ത് ഒരു നല്ല വേഷം ചെയ്തു. പിന്നെ ഒരുപാട് മിക്കവാറും എല്ലാവരുടെ കൂടെയൊക്കെ ചെയ്തിട്ടുണ്ട്. വാസ്തവത്തിനകത്ത് ചെറിയ വേഷം ചെയ്തു. മിക്കവാറും ഒരുമാതിരിപ്പെട്ട ആർട്ടിസ്റ്റിൻ്റെ കൂടെയൊക്കെ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും പക്ഷേ എന്നെ ആരും അറിയത്തില്ല. കാരണം ഞാൻ ചെറിയ സീൻ ഒരു സീനിലോ 2 സീനിലോ വന്നിട്ടുള്ളൂ. അതിലാണ്. ഇപ്പം തന്നെ പത്മകുമാറിൻ്റെ ലാസ്റ്റിലത്തെ ഒരു പടം ഉണ്ടായിരുന്നല്ലോ, ആ പടത്തിൻ്റെ പേരെന്തായിരുന്നു, അതിനകത്ത് ഒറ്റ സീനേ ചെയ്തിട്ടുള്ളൂ ഞാൻ. പക്ഷേ ക്ലൈമാക്സിലാണ്. കണ്ടിട്ട് പലരും എന്നോട് പറഞ്ഞ് കൊള്ളാം, നല്ലൊരു സീനാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ചെറിയ രീതിയിൽ അഭിനയിക്കുന്നുണ്ട്. പിന്നെ 2 പാട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ. അതിൽ ഒരെണ്ണം സിനിമയ്ക്ക് വേണ്ടി ഒരു പാട്ട് ചെയ്തു. പിന്നെ ഒരെണ്ണം ആൽബത്തിന് വേണ്ടി ഒരു പാട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഒരു പാട്ട് വീണ്ടും ഒരു ആൽബത്തിന് വേണ്ടി പാടാനായിട്ട് മ്യൂസിക് ഡയറക്ടർ വിളിച്ചിട്ടുണ്ട്. ചെയ്യണമെന്ന് വിചാരിക്കുകയാണ്. ഇനി പ്രൊഡ്യൂസറായി, അഭിനേതാവായി, ഇനി ഡയറക്ഷനിലേക്ക് എന്നാണ് കിടക്കുന്നത്? ഡയറക്ഷൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനിടയ്ക്ക് ഒരു ആൽബം ഡയറക്റ്റ് ചെയ്തിരുന്നു. പിന്നെ ഡയറക്ഷൻ ചെയ്യണമെന്ന് ചിലപ്പോൾ ചെയ്തെന്നിരിക്കും, ആഗ്രഹമുണ്ട്, ചിലപ്പോൾ ചെയ്യും. ഇത് രണ്ടും ചെയ്യാൻ കഴിവുള്ള സാറിന് ഡയറക്ഷനും വഴങ്ങും എന്തായാലും. അല്ല, ഞാൻ ഈ കഴിഞ്ഞ പടത്തിൽ ചീഫ് അസോസിയേറ്റ് ആയിട്ട് ഞാനാണ് ചെയ്തത്. ഇപ്പം അടുത്ത് അതേ ഒരു പടം ചെയ്യുന്നുണ്ട്. അതിലും ഞാൻ നിൽക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ പിന്നീടുള്ള കാര്യം. ചിലപ്പോൾ നടന്നില്ലെന്നിരിക്കും. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.